ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ നമുക്കിന്ന് ചിക്കനും കുമ്പളങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയാലോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാമായോ. അതിനുവേണ്ടി ഞാനൊരു ചട്ടിയാണ് കേട്ടോ അടുപ്പത്തേക്ക് വെച്ചേക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 സവാള ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത്രയും അങ്ങ് പൊടിയാക്കണമൊന്നും ഇല്ല. എങ്കിലും ഒരുപാട് കനത്തിലൊന്നും അരിയണ്ട കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഈ സവാളേൻ്റെയൊക്കെ കളറൊന്ന് മാറുമല്ലോ. അതുവരെയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ദാണ്ടെ സവാളയൊക്കെ ഇപ്പൊ നന്നായിട്ട് കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ദാണ്ടെ ഈ ഒരു പരുവത്തിനൊക്കെ ആവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ അങ്ങനെ ആയാലും മതി. അപ്പൊ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. അതുവരെയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ദാണ്ടെ ആ ഇഞ്ചി വെളുത്തുള്ളിന്റെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ ഒരു കുഞ്ഞായതുകൊണ്ട് ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പൊ വലുതാണെങ്കിൽ ഒരു 1.5 ഒക്കെ മതിയാവും ട്ടോ. അപ്പൊ കുഞ്ഞു തക്കാളി ആയതുകൊണ്ട് 3 എടുത്ത് ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് ട്ടോ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ആ തക്കാളീന്റെ പച്ചമണം ഒന്ന് മാറുന്നവരെയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടിയായിട്ട് അരിയുമ്പോഴേ ഒരു ഉപകാരമുണ്ട്. പെട്ടെന്ന് ഇതൊക്കെ വാടി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ദാണ്ടെ നല്ലപോലെ ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പം തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി കാശ്മീരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി അതുപോലെ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെയും നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പൊ ദാണ്ടെ പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി ആ എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം വരെയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ചിക്കൻ ഞാനിവിടെ ഏകദേശം 1 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ചിക്കനും ആ മസാലയൊക്കെ ആയിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ ഇത് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് മിക്സ് ആക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴ് മിക്സ് ആക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മറന്നു പോയല്ലോ ഇത് ഓർമ്മ വന്നത്. ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ ഇടുമ്പോൾ തന്നെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ ഒരുമിച്ച് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഓർത്തത് കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കണം. അപ്പം നമുക്ക് ഇരട്ടി ജോലിയാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ദാണ്ടെ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. ഇതുപോലെ തന്നെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അടച്ച് വെക്കാം. ഇത് അവിടെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് വറുത്ത് പൊടിക്കാനുണ്ട്. അപ്പം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3/4 കപ്പോളം തേങ്ങയാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3, 4 കുഞ്ഞുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 3 ഏലക്ക ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. 3 ചെറിയ കഷ്ണം പട്ടയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബേ ലീഫ് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ. ഇനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും
ഒരു ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയാണുള്ളതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ബ്രൗൺ കളറിൽ തേങ്ങ വരൂലേ, അത്രയ്ക്ക് അങ്ങ് വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ബ്രൗൺ കളറിലോട്ട് എത്തുന്ന ആ ഒരു സമയം വരെ മതിയാവും. അപ്പം നല്ലപോലെ ഇതുപോലെ ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ള കളറിലും ഇടയ്ക്കിടയ്ക്ക് ബ്രൗൺ കളറിലും കിടക്കുന്നത് എന്താണെന്നല്ലേ, നമ്മൾ ഈ തേങ്ങ ചിരകി എടുക്കുമ്പോഴേ പല ഷേപ്പിലൊക്കെ വരൂലേ, അപ്പോഴാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരേ കണക്ക് വരണമെങ്കിൽ നമ്മൾ തേങ്ങ ചിരകി എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് ഇതുപോലെ വറുത്തെടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേ കളറിൽ കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ എന്താ, അതാണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ചട്ടി അതിൻ്റെ പേര് ചിലപ്പോൾ അടിക്കെങ്ങാനും പിടിച്ചാലോ എന്നൊരു ടെൻഷൻ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുമ്പളങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതിന്റെ ആ ഒരു കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതാക്കി അരിഞ്ഞാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഈ കുമ്പളങ്ങ വെച്ച് ചിക്കൻ കറി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാമില് ഒരാൾ ഉണ്ടാക്കുന്നത് കണ്ടതാണ്. അപ്പം തൊട്ട് എനിക്കൊരു ആഗ്രഹം എന്ന് ഉണ്ടാക്കി നോക്കിയാലോന്ന്. ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ കുമ്പളങ്ങ വെച്ച് ആദ്യമായിട്ടാട്ടോ. അപ്പൊ അതാണ്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാൻ, വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് വേണ്ട നമ്മുടെ തേങ്ങയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരയാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പൊ ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പൊ അതാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ ദാണ്ട് ഇവിടെ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ആ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ ഒരു അരപ്പുണ്ടല്ലോ അത് ചേർക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇതുവരെ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ കാണുന്നത് ചിക്കനകത്ത് നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടെ അങ്ങ് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ അരപ്പ് അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേനും കറിയുടെ ലെവൽ തന്നെ മാറും കേട്ടോ. നല്ലൊരു മണം വരാൻ തുടങ്ങും. ഇതിൽ മസാലയൊക്കെ ചേർത്ത് നമ്മൾ അരച്ചത് കൊണ്ട് നല്ല മണമാണ് കേട്ടോ. അപ്പൊ എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് നമ്മൾ സാധാരണ ചിക്കൻ മസാല ചേർത്ത് ഉണ്ടാക്കുന്ന കറിയേക്കാളും നമ്മൾ വീട്ടിൽ ഗരം മസാല റെഡിയാക്കി ചിക്കൻ കറി വെക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആയിട്ടും മണമൊക്കെ നല്ല ഫ്ലേവർ ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അതാണ്ടേ ഇനി ഇതിലേക്ക് ഉപ്പ് ഒരല്പം കുറവുള്ളത് കൊണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഈ ഒരു കറിക്ക് കറിവേപ്പില ആയിക്കോട്ടെ എന്ന് കരുതി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി കറി അവിടെ കിടന്നൊന്ന് സെറ്റായിട്ട് വരട്ടെ. ഇപ്പൊ ദാണ്ടെ നമ്മുടെ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ, ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഗ്രേവി ഒക്കെ നല്ല വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ ഇത്ര വറ്റുന്നതിന് മുന്നേ ഓഫ് ആക്കാൻ കേട്ടോ ഫ്ലെയിം. ഞാൻ ഇത്തിരി കുറുക്കി വെച്ചതാണ്. അപ്പൊ ദാണ്ടെ സെറ്റ് ആയിട്ടുണ്ട്. ആണ്ട് നമ്മുടെ ചിക്കൻ കറി, കുമ്പളങ്ങ ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. ഒരു വട്ടം ഇങ്ങനെ വെറൈറ്റി ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പം വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് കുമ്പളങ്ങ ചേർത്തോണ്ട് ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒന്നും മാറിയിട്ടില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറി പോലെ തന്നെ ഉണ്ട്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.